നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. ഞാൻ നിന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല. നിന്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന വിധം ഒന്നും ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുമില്ല. ഇൻഫാക്ട് ഐ റെസ്പെക്ടഡ് യുവർ റിലീജിയസ് ഫെയ്ത്ത്. അതുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ നീ അപമാനിതനാവരുതെന്ന് കരുതിയാണ് തീച്ചട്ടി നിന്റെ കയ്യിലെടുത്ത് തന്നത്. എനിക്കൊരവസരം തന്നിരുന്നെങ്കിൽ ഞാൻ അവളെ പെട്ടിയിൽ വെച്ച് അടക്കം ചെയ്തേനെ. അതും അവൾക്കതിൽ സമ്മതമുണ്ടായിരുന്നെങ്കിൽ മാത്രം. നീ എന്റെ അഭിപ്രായം ചോദിച്ചതേയില്ല. ഇസ് ഇറ്റ് എ ബർത്ത് റൈറ്റ്സ് ഓൺ അതേഴ്സ് ഡെത്ത്? ഐ മീൻ യുവർ മദേഴ്സ് ഡെത്ത്? മോനെ മുരളി, നീ ചെയ്ത കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അമ്മയുടെ ശരീരത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഇന്നലെ രാത്രി തന്നെ അവളുടെ ആത്മാവിന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും അവൾ തന്നെ ചെയ്തു. കർമ്മത്തിന്റെ തിയറികളൊന്നും ക്രിസ്ത്യാനിറ്റിയിൽ വർക്കൗട്ട് ആവില്ല. ന യോഗേന ന സംഖ്യേന കർമ്മണനോ ന വിദ്യ ബ്രഹ്മത് മൈധവ ബോധേന മോക്ഷ ചിത്യത്തെ നന്യഥ. നിന്റെ വേദത്തിലുള്ളതാണ്, ഉപനിഷത്തിൽ പറയുന്നത്. യോഗം കൊണ്ടോ സ്വയം മനസ്സിലാക്കുന്നതുകൊണ്ടോ കർമ്മം കൊണ്ടോ പഠിക്കുന്നതുകൊണ്ടോ അല്ല, തന്നിലുള്ള ഈശ്വര ചൈതന്യം തിരിച്ചറിയാതെ മോചനം ലഭിക്കേയില്ല. അതായത് മോക്ഷപ്രാപ്തി ലഭിക്കില്ല. എന്റെ വേദവും അത് തന്നെയാണ് പറയുന്നത്. 2 തിമോത്തിയോസ് 1:9 പറയുന്നു, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തതാണ്. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അതാണ് അതിന്റെ സത്യം. നിന്റെ അമ്മ സത്യത്തെ അറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ മോചനം പ്രാപിച്ചു. യെസ്, hard to believe, but a fact. She did accept Christ as a personal savior.